അദ്ദേഹം ഇപ്പോൾ ഒരുപാട് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്വിസ് മത്സരം നയിക്കുന്നത്. അതിൻ്റെ സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകുന്നത് കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ സുരേന്ദ്രൻ കെ ആണ്. അപ്പോൾ ഈ ക്വിസ് മത്സരം നടത്തുന്നതിന് വേണ്ടി മാഷെ ഹാർദവുമായി ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപ്പോൾ ഇതിൻ്റെ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളോട് മാഷ് അവതരിപ്പിക്കും. മാഷ് ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവാക്കളെ, കാരണം ഇത് മുതിർന്നവർക്കുള്ളൊരു ക്വിസ് പ്രോഗ്രാമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന കാലമെന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും കാലമാണ്. അതിവേഗമാണ് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മുടെ കേരളവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും, നമ്മുടെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്വിസ് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. അതായത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിലുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള മത്സരമല്ല ഇത്. നമ്മുടെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ, വികസന പരിപ്രേക്ഷ്യത്തിലെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികൾ, അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ക്വിസ് മത്സരം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് 28 ടീമുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഇത് ജില്ലാതലത്തിൽ ഒരു പ്രിലിമിനറി ലെവൽ ക്വിസ് മത്സരം നടന്നു കഴിഞ്ഞു. അതിനുശേഷം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പങ്കെടുക്കാമായിരുന്നു. പക്ഷേ എല്ലാവരും ഒത്തിട്ട് ഇല്ല. 28 ടീമുകളാണ്. അപ്പോൾ ടീമുകൾ ഇവിടെ ചോദ്യങ്ങൾ ഈ രണ്ട് മോഡിലും ചോദ്യങ്ങളുണ്ടാവും. കുറേ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് ഇവിടെ വിഷ്വൽസ് കാണിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുക. ആ ചോദ്യം ചോദിക്കുമ്പോൾ 30 സെക്കൻഡാണ് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം. അതായത് വിഷ്വൽസ് കാണിക്കും, വിഷ്വൽസിനെ തുടർന്ന് ചോദ്യങ്ങളുണ്ടാവും. ആ വിഷ്വൽസ് കാണിക്കുമ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗ്രൂപ്പിലുള്ള 2 പേരും ഡിസ്കസ് ചെയ്ത് വിത്തിൻ 30 സെക്കൻഡ് യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ. അതാണ് അതിൻ്റെ രീതി. അതിനുശേഷം ഉത്തരവും ഇവിടെ കാണിക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി അവിടെ നമ്മുടെ TTAയിൽ നിന്നുള്ള പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഈ മത്സരം മുന്നോട്ട് പോവുക. അപ്പോൾ ഡ്വാൽ മോഡിലാണ്. ചില ചോദ്യങ്ങൾ നേരെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കുകയാണ് ചെയ്യുക. ചിലത് വിഷ്വൽസ് കാണിച്ചുകൊണ്ടാണ്. ഒരു 10-12ഓളം ചോദ്യങ്ങൾ വിഷ്വൽസ് കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ഇരട്ട മോഡിലാണ് നമ്മുടെ ഈ മത്സരം പുരോഗമിക്കുക. ഈ മത്സരത്തിന് വേണ്ട എല്ലാ സാങ്കേതികമായ സഹായങ്ങളും നൽകിയിട്ടുള്ളത് ഈ കണ്ണൂരിലെ, നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനമായ ഒരു സ്ഥാപനമാണ് കൈറ്റ്. ആ കൈറ്റിൻ്റെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററാണ് ശ്രീ കെ സുരേന്ദ്രൻ അടുത്തില എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹവും ഞാനും ചേർന്നാണ് ഈ മത്സരം യഥാർത്ഥത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ പേരും കാര്യങ്ങളുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സമഗ്ര ശിക്ഷ കേരളയുടെ കണ്ണൂർ ജില്ലാ പ്രൊജക്റ്റ് ഓഫീസർ ശ്രീ EC വിനോദ് ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ മത്സരത്തിന് എത്തിയിട്ടുള്ളവർക്ക്, അതുപോലെ രക്ഷിതാക്കൾക്ക്, മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ മത്സരത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തന്ന പേപ്പറിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത നമ്പർ എഴുതണം. അതിനുശേഷം ഓക്കെ, അപ്പോൾ ഈ മത്സരം ഒരു ചെറിയ ഒരു സമയം കൂടി, കാരണം നമ്മുടെ പ്രിയപ്പെട്ട MLA, അഴീക്കോടിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ KV സുമേഷ് ഇത് ഒരു അല്പ നിമിഷങ്ങൾക്ക് ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ഈ മത്സരം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മത്സരത്തെ തുടർന്ന് 15 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരം നടക്കും. അപ്പോൾ ഈ മത്സരത്തിന് സജ്ജരാകുന്ന കുട്ടികൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ആ വിജ്ഞാനത്തിൻ്റെ ഉറവകളിലേക്ക്
കുറച്ച് സമയം കൂടി സഞ്ചരിക്കാനുള്ള ഒരു സമയമുണ്ട്. ചെറിയ നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട MLA KV സുമേഷ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതോടുകൂടി മത്സരം ആരംഭിക്കും. എന്താണ് ഈ നമ്മൾ ഇതിൽ കണ്ടത്? Over. Time is over. Now, what is the answer of team number 15? ഉത്തരം എഴുതിയോ? Yes, no answer. 16, 17, 18, number 5, 4. 3D പ്രിന്റിംഗിൽ നിർമ്മിച്ച കെട്ടിടം. Yes, very good. Kerala's first 3D printed building. Number PTP 4. നഗർ in തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യത്തെ 3D printed ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ് നമ്പർ 4 പറഞ്ഞിട്ടുള്ളത്. Number 8, number 14, number 27, number 21. പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല, ആരും എഴുന്നേറ്റെന്ന് പറയുന്നില്ല. number 11, അല്ലേ സുരേന്ദ്ര മാഷേ? ഇവരെ ധൈര്യം വേണ്ടേ? number 10. ഇനി പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വളണ്ടിയേഴ്സ് ചെക്ക് ചെയ്ത്. യെസ്, ഓക്കെ. അത് നമ്മൾ ഈ ഉത്തരം പറഞ്ഞവരുടെ നമ്പർ ഒരു ഓർഡറിൽ പറഞ്ഞാൽ അവർക്ക് സ്കോറിങ് കൃത്യമായിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. യെസ്, ഗവൺമെൻറ് UP സ്കൂൾ ഉരൂട്ടമ്പലം തിരുവനന്തപുരത്ത്. ഇത് ചരിത്രം രേഖപ്പെടുത്തിയൊരു വിദ്യാലയമാണ്. കാരണം നിഷേധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചരിത്രമാണ് ഈ വിദ്യാലയത്തിന് പറയാനുള്ളത്. ഇന്ന് ഈ സ്കൂൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഈ സ്കൂള് ഇന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സ്കൂളാണ് ഉരൂട്ടമ്പലം സ്കൂള്. ആ ഉരൂട്ടമ്പലം സ്കൂൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുകയും കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ഒരു നാഴികക്കല്ലാവുകയും ചെയ്തു. എന്ത് പേരിലാണ് ഈ വിദ്യാലയം ഇന്നറിയപ്പെടുന്നത്? നമുക്ക് ഈ വിദ്യാലയം ഇന്ന് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റമാണ്. അതായത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് എന്തായിരുന്നോ അതല്ല ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. അത് മാറി മറിഞ്ഞിരിക്കുകയാണ് ഓരോ വിദ്യാലയവും. നമ്മളെ കണ്ണൂർ മുണ്ടേരിയിലുള്ള സ്കൂൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുത ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ് തോന്നും നമുക്ക്. അതുപോലെ ഓരോ സ്കൂളും, ഒരു സ്കൂളും പ്രത്യേകിച്ച് പറയാനില്ല, അത്രയും മനോഹരമായ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമാണ് കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്ത് വന്നത്. 10 വർഷം മുമ്പ് കുത്തിയൊലിച്ച് വിൽപ്പനയ്ക്ക് വെച്ച സ്കൂളുകളെല്ലാം ഇന്ന് മാറി മറിഞ്ഞ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളായി മാറി. അങ്ങനെ മാറുന്ന കൂട്ടത്തിൽ ഒരു പുതിയ ചരിത്രമായിട്ട് ഈ ഉരൂട്ടമ്പലം സ്കൂൾ മാറിയിരിക്കുകയാണ്. ഈ സ്കൂള് എന്ത് പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്? യെസ്, നമ്പർ 1 എഴുതിയില്ല. 2. യെസ്, ഒരു കാര്യം, അയ്യങ്കാളി സ്കൂള്, പഞ്ചമി അയ്യങ്കാളി. ആ ഓക്കെ. ഓഡിയൻസിന് എന്താ അഭിപ്രായം? ആർക്കും പറയാം കേട്ടോ, ഓഡിയൻസിന് പറയാം.
ഫോണ് വലിച്ച് എറിയല്ലേ മോനെ, ഫോൺ ഇനിയും വേണം. ഓക്കെ, എന്താണ് ശരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പുതിയ അതിൻ്റെ പേര് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്കൂൾ. എത്ര പേര് ശരിയാക്കി? Number 2, number 4, number 6. ഒരിക്കൽ പഞ്ചമിക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് സർ, ഈ സ്കൂൾ. അയ്യങ്കാളി ഗവൺമെന്റ് യു പി സ്കൂളിന് മാത്രം എഴുതിയ പോയിന്റ് കൊടുക്കോ? ഇല്ല, രണ്ടും ചേർക്കണ്ടേ? അതുകൊണ്ടാണല്ലോ ആ സ്കൂളിന്റെ പേര് മാറ്റിയത്. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. അയ്യങ്കാളി പഞ്ചമി ഗവൺമെന്റ് യു പി സ്കൂളിന് പറഞ്ഞാൽ കൊടുക്കാം. അത് കൊടുക്കാം. ഈ രണ്ടു പേരും സമന്വയിപ്പിച്ചിട്ടാണ്. കാരണം ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ രണ്ട് വ്യക്തികളും. അയ്യങ്കാളിയാണ് ആ വിപ്ലവത്തിന് തുടക്കമിട്ടതെങ്കിൽ അതിന് കാരണക്കാരിയായ വിദ്യാർത്ഥിനി പഞ്ചമി എന്ന് പറയുന്ന ആ പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ആ സ്കൂളിന്റെ പേര് ഉരുട്ടമ്പലം സ്കൂൾ എന്ന് മാറ്റിയിട്ട് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്കൂൾ എന്നാക്കി മാറ്റിയത്. ഓക്കെ, നമ്പർ 8, നമ്പർ 9, നമ്പർ 27. 21, 22. യെസ്. Number അടുത്ത 2 ചോദ്യത്തിലേക്ക്. ഉണ്ട്. Number 2. ആരെ നിങ്ങൾ ടീം ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്കോർ കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ടോ എന്ന്, പിന്നീട് തർക്കത്തിന് കാരണമാകരുത്. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് മാതൃകയാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് ഫിൻലാൻഡിൻ്റെ പ്രത്യേകത? അതായത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ്, ആഹ്ലാദത്തിൻ്റെ സൂചകം. ആഹ്ലാദ സൂചകത്തിലെ ലോകത്തിൽ നമ്പർ 1 ആണ് ഫിൻലാൻഡ്. അതായത് മതമില്ലാത്ത രാജ്യം, എല്ലാവർക്കും ആഹ്ലാദമുള്ള രാജ്യം, അതുപോലെ വിദ്യാഭ്യാസത്തിന് വ്യക്തമായ ക്രമമുള്ള രാജ്യം, വിദ്യാഭ്യാസത്തിന് മാതൃകയായ രാജ്യം. ഇതൊക്കെയാണ് ഫിൻലാൻഡ്. ആ ഫിൻലാൻഡുകാർ കേരളത്തിലേക്ക് വരുന്നു. അവർ കേരളത്തിൽ വന്ന് നടത്തിയ ഒരു മീറ്റിങ്ങിൻ്റെ ചിത്രമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിന് മാതൃകയായ ഫിൻലാൻഡ് കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു മാതൃക ഫിൻലാൻഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നോക്കണം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃക ഫിൻലാൻഡ് സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഏത് മാതൃകയാണ് ഫിൻലാൻഡ് സ്വീകരിച്ചത്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രവർത്തനത്തെ ശ്ലാഘനീയമായി കണ്ടിട്ട് ആ മോഡൽ ഫിൻലാൻഡ് അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതാണ് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. നമ്മൾ ഇത് വെറുതെ കടലാസിൽ പറയുന്നതല്ല. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം, ലോകത്തിലെ വിദ്യാഭ്യാസത്തിന് മാതൃകയായി കണക്കാക്കുന്ന രാജ്യം, ഈ കേരളത്തിൽ വന്നിട്ട് ഈ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ പദ്ധതി അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ഭുതകരമല്ലേ? അതാണ് ഈ ഫിൻലാൻഡിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട അനുഭവം. അപ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏത് പദ്ധതിയാണ് ഫിൻലാൻഡ് അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്? അതാണ് ചോദ്യം. യെസ്, ചോദ്യം മനസ്സിലായില്ലേ? ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാകെ മാതൃകയായിട്ടുള്ള ഫിൻലാൻഡ് എന്ന് പറയുന്ന കൊച്ചു രാജ്യം, ആ രാജ്യം കേരളത്തിൽ വന്ന കേരളത്തിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതി ആ രാജ്യത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്താണ് ആ പദ്ധതിയുടെ പേര്? കിസ് മാസ്റ്റർ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. യെസ്, ആ ഓഡിയൻസിന് എന്താ ഉത്തരവുണ്ടോ? ഓഡിയൻസിന് പറയാം കേട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കാം. നമുക്ക് ഉത്തരം എന്തായാലും അവരെഴുതിയത് ഇനി മാറ്റാൻ പറ്റൂലല്ലോ. അവിടെ നമ്മൾ വിജിലൻസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിന് ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. യെസ്, ആരും പറയുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഈ ടീമിനോട് തന്നെ ചോദിക്കാം. നമ്പർ 19 എന്താണ് ഉത്തരം എഴുതിയത്? Little kites.
ലിറ്റിൽ കൈറ്റ്സ്. വെരി ഗുഡ്. യാ, ലിറ്റിൽ കൈറ്റ്സ് അതാണ് ശരിയായ ഉത്തരം. ലിറ്റിൽ കൈറ്റ്സ്. ഫിൻലാൻഡ് ലിറ്റിൽ കൈറ്റ്സ് മോഡലാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, എന്തൊരു അത്ഭുതമാണിത്. ഈ കേരളത്തിൻ്റെ ഒരു പദ്ധതി അവിടെ കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് എന്നാണ് ആ മോഡലിൻ്റെ പേര്. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന പദ്ധതിയാണ് ഫിൻലാൻഡ് അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ലിറ്റിൽ കൈറ്റ്സ് ശരിയായ ഉത്തരമാണ്. നമ്പർ 7, നമ്പർ 16. നമ്പർ 19. കൈറ്റ് എന്ന് മാത്രം എഴുതിയാൽ കൊടുക്കാൻ പറ്റൂലേ? കൈറ്റ് മൊത്തത്തിൽ എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്ര മാഷി കൊണ്ട് പോകില്ലേ? എങ്ങനെ? ലിറ്റിൽ കൈറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയണം കേട്ടോ. കൈറ്റ് എന്നുള്ളതല്ല. ഒരു മിനിറ്റ്. 7 ഒന്ന് ക്യാൻസലാണ്. ആദ്യം മുതൽ ഒന്നും കൂടി പറയാം. വളണ്ടിയേഴ്സ് ഒന്ന് ഉയർത്തിപ്പിടിക്കണം. എല്ലാവരെയും എഴുതി ശരി. വളണ്ടിയേഴ്സ് പ്ലീസ്. വളണ്ടിയേഴ്സ് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. 11, 27, 19. 3 എണ്ണാന്നുള്ളത്. So I think no confusion. Yeah, it's okay now, right? Let us proceed to the next question, sir. Yeah, next question. ആയില്ലേ? ഓക്കെ. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണേ. അതായത് നമ്മൾ കേരളം സമാനതകളില്ലാത്ത ചില പ്രകൃതി ദുരന്തങ്ങളെയാണ് കഴിഞ്ഞ വർഷം നേരിട്ടത്. ആ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ചിലർ നമ്മളെ ചേർത്ത് പിടിക്കാത്ത അനുഭവമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ ഫിനിക്സ് പക്ഷിയെ പോലെ ആ പ്രകൃതി ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വയനാടിലെ ആ ദുരന്ത മേഖലകളിൽ കഴിഞ്ഞ ദിവസം വെള്ളാർമല സ്കൂളിലെ ആ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ആ പ്രകൃതിയുടെ ആ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ നിന്നെല്ലാം മുന്നോട്ട് വന്ന ആ കുട്ടികൾ സമ്പൂർണ്ണ വിജയം നേടി എന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത്, ചിട്ടയായ പരിശീലനവും ആത്മസമർപ്പണവും ഇങ്ങനെയുള്ള ദുരന്തമുഖങ്ങൾ ഇനിയും വരാം. കാരണം കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ വളരെ രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV ഒരു കവിത എഴുതി വെച്ചു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഇവിടെ അവശേഷിക്കയില്ല ആരും ഈ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നേൻ. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ അഡ്വാൻസായി അദ്ദേഹം അത് എഴുതി വെച്ചിട്ട് പോയി. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളും അവശേഷിക്കില്ല പ്രിയപ്പെട്ട ഭൂമി എന്ന്. അപ്പോൾ ദുരന്തങ്ങളുടെ പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കേരളം സ്വന്തമായിട്ട് ഒരു ജനകീയ സന്നദ്ധ സേന, ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ എന്നും തയ്യാറുള്ള ഒരു ജനകീയ സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകി. എന്താണ് അതിൻ്റെ പേര്? ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ജനകീയ സന്നദ്ധ സേനയുടെ, കേരളം രൂപം കൊടുത്ത ജനകീയ സന്നദ്ധ സേനയുടെ പേരെന്താണ്? യെസ്, സമയമായി. ഓഡിയൻസിന് പറയാം ആദ്യം, അല്ലേ സുരേന്ദ്ര മാഷേ? കാരണം ഇത് ഈ ഒരു മത്സരത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും. നമ്മൾ പറയാറില്ലേ, ഇതിലെ ഈ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും പറയാം. എന്താണ് അതിൻ്റെ പേര്? ഓഡിയൻസിന് സുരേന്ദ്ര മാഷ് സ്പോൺസർ ചെയ്ത സമ്മാനം. വേറെ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് 10, നമ്പർ 10, ടീം നമ്പർ 10. സേന. സേന നാട് തന്നെ ഉണ്ടായിരുന്നു.
ഓക്കെ, നമ്പർ 9 കവചം. കവചം അല്ല. യെസ്, ഉത്തരം അവിടെ കാണിക്കും. കേരള സിവിൽ ഡിഫൻസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ദുരന്തമുഖങ്ങളിൽ പ്രതിരോധം തീർക്കാൻ കേരളത്തിൻ്റെ സ്വന്തം സേന, ജനകീയ സേന, അതാണ് കേരള സിവിൽ ഡിഫൻസ് എന്നറിയപ്പെടുന്നത്. ദുരന്തമുഖങ്ങളിൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ കൂട്ടായ്മയോടെ ജനകീയ സേന രൂപീകരിച്ചിരിക്കുകയാണ്. അതാണ് കേരള സിവിൽ ഡിഫൻസ് എന്നറിയപ്പെടുന്നത്. യെസ് സർ, കേരള സന്നദ്ധ സേന എന്ന് എഴുതിയാൽ സ്കോർ കൊടുക്കാൻ പറ്റുമോ? സന്നദ്ധ സേന അത് ഒരു വളണ്ടിയർ. സിവിൽ ഡിഫൻസിന് ആ പേര് വേണമല്ലോ കൃത്യമായിട്ട്. കേരള ഡിഫൻസ് എന്ന് മാത്രം എഴുതിയാൽ സിവിൽ വേണം. അതായത് സിവിലിയൻസ് ആണ് ഇതിൽ. ഡിഫൻസ് മാത്രമല്ല, ജനകീയമായതുകൊണ്ടാണ് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ശരിയാക്കിയോ അത്? ആ, ഇവിടെ ഈ സിവിൽ ഡിഫൻസിൻ്റെ സ്റ്റാള് കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് ആർക്കും കിട്ടിയില്ല, കിസ്മാഷ്കാണേ. നമുക്ക് രണ്ടാക്കും കൂടി അറിയറിയേ കിട്ടുമല്ലോ. ഓക്കെ, യെസ്, കേരളത്തിൽ ഒരു പുതിയ ചരിത്രം, ഒരു നാഴികക്കല്ല എന്ന് പറയും അല്ലേ? ഒരു നാഴികക്കല്ലായ സംഭവമാണ് ഈ പേര്. ഈ പേരിലൂടെ കേരളം ഒരു നാഴികക്കല്ല്, ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു. എങ്ങനെയാണ് ഈ പേര് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയത്? ഏതുമായാണ് ഈ പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്? പേര് എന്താണ്? ഷെൻഹുവ എന്നാണ്. ഷെൻഹുവ 15. ഷെൻഹുവ 15 എന്ന പേര് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നേറുമെന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമായിരുന്നു ഈ പേരിലൂടെ കേരളം അന്വർത്ഥമാക്കിയത്, സാക്ഷാത്കരിച്ചത്. എന്താണ് ഈ പേര്? ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്? ഷെൻഹുവ 15. യെസ്, യെസ്, യെസ്. Please pen down. Please stop writing. Yes, audience, മോനെന്താ പറയാനുണ്ടല്ലോ? വെരി ഗുഡ്. മോൻ്റെ പേരെന്താ? കമാൺ. ഇവനാ ഒരു കമാൺ, വാ ഇങ്ങോട്ട് വാ. ഇതിൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നിന്നെ നമ്മുടെ ഈ പൊതുസമൂഹം അംഗീകരിക്കല്ലേ, വിടുക്ക. യെസ്, അപ്പോൾ ഷെൻഹുവ എന്ന് പറയുന്നത് ഇവൻ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മോൻ്റെ പേരെന്താ? ധ്യാൻദീപ്. ഓലൈക്കര സ്കൂൾ, ഓലൈക്കര സൗത്ത് LP സ്കൂൾ. അപ്പോൾ ഈ ഉത്തരം ആദ്യം ഇവനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം വേണ്ടി ഇവനെ, ഈ മോനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ, അതിനിടയിൽ നമ്മൾ ചെറിയ ഒരു ഈ മത്സരത്തിനിടയിൽ നമ്മൾ കുറച്ചാൾ തളർന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. ഞാനും കുറച്ച് തളർന്നിന്, സുരേന്ദ്ര മാഷെ കണ്ടാലേ തോന്നുന്നില്ലെങ്കിലും തളർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചായക്ക് ഒരു ചെറിയ ഇടവേള, മത്സരം തുടരും. ഒരു 2-3 മിനിറ്റ്. വളണ്ടിയേഴ്സ് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. യെസ്, ഈ ഉത്തരം എഴുതിയ നമ്പേഴ്സ് ഒന്ന് സ്കോർ ചെയ്യാം. വിഴിഞ്ഞം തുറമുഖം മാത്രം എഴുതിയാൽ മതിയോ? വിഴിഞ്ഞം മതി, വിഴിഞ്ഞം പദ്ധതിയാണല്ലോ. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ കപ്പൽ എന്ന് എഴുതിയാൽ എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. 2, 3, 4, 6, 7, 8, 9, 11, 12, 13, 14, 15, 16, 17, 18, 19, 21, 22, 23, 24, 27. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയണോ?
ഫസ്റ്റ് തൊട്ടൊന്നും കൂടി പറയാം. ഒന്നും കൂടി എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. വൺസ് അഗെയിൻ പോയിന്റാണ്. പിന്നെ ഭയങ്കര സുപ്രീം കോടതി വരെ പോയ കുഞ്ചിലറി ശ്രദ്ധിക്കണം. 2 3 4 6 7 8 9 11 12 13 14 15 16 17 18 19 21 22 23 24 27. ഓക്കെ അല്ലേ?